എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കണം. മഴ തുടങ്ങിയിട്ടുണ്ടല്ലേ, അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് മഴ നല്ലതാണ്, ചെടികൾക്ക് നല്ല കഠിനമായ വേനലുള്ളപ്പോൾ മഴ എല്ലാ ചെടികളും ആഗ്രഹിക്കും അല്ലേ. പക്ഷേ അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞതുപോലെ അമിതമായിട്ടിങ്ങനെ മഴ പെയ്താൽ നമുക്ക് ചെടികൾ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ചെടികളെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ചില ചെടികൾക്ക് മഴ നല്ല ഇഷ്ടമാണ്, കുഴപ്പമില്ല. ചില ചെടികൾക്ക് വെള്ളം അധികം വേണ്ട. ചെടികളെ പറ്റി വളർത്തുന്ന എല്ലാവർക്കും ഇതൊക്കെ അറിയാം, പക്ഷേ ആദ്യമായിട്ട് വളർത്തുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ചെത്തി പോലെയുള്ള ചില ചെടികൾ, ചെത്തി, ചെമ്പരത്തി, അങ്ങനെ ഇവിടെ നിൽക്കുന്ന ഈ ചെടികളെല്ലാം തന്നെ, ഹൈഡ്രാഞ്ചിയ, ഇങ്ങനത്തെ ചെടികളൊക്കെ തന്നെ മഴ കൊണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവർക്കൊക്കെ മഴ നല്ല ഇഷ്ടമാണ്. ഈ തണ്ടിന് നല്ല കട്ടിയുള്ള ചെടികൾക്കൊന്നും മഴ കൊള്ളുന്നത് വലിയ കുഴപ്പമില്ല. കണ്ടോ, ചെത്തിയിലൊക്കെ നിറയെ പൂക്കളുണ്ട്, വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് ഭംഗിയാലേ കാണാനായിട്ട്. ധാരാളം മുട്ടുകളുണ്ട് കേട്ടോ. ഈ സമയത്ത് ചെത്തിയൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. പൂക്കൾ തീർന്നതൊക്കെ ഇതൊക്കെ വെട്ടിക്കൊടുക്കണം. പൂക്കൾ തീർന്നതൊക്കെ നമുക്ക് വെട്ടി കൊടുത്താൽ പുതിയ തളിരുകളിൽ ഇതുപോലെ വന്ന് ധാരാളം പൂക്കളുണ്ടാവും. ഇവിടെ നിൽക്കുന്ന ഈ ചെടികൾക്കൊന്നും നമുക്ക് മഴ കൊള്ളുന്നതുകൊണ്ട് പ്രശ്നമില്ലാത്ത ചെടികളാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി മഴ കൊള്ളുമ്പോൾ പ്രശ്നമുള്ള ചെടികളൊക്കെ മാറ്റി വയ്ക്കണം, അത് കാണിച്ചു തരാം. മഴ കൊണ്ടാലും കൊണ്ടില്ലെങ്കിലും പ്രശ്നമില്ലാത്ത ഒരാളെൻ്റെ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ എന്നും എൻ്റെ സന്തത സഹചാരിയാണ് അവൾ. അഡീനിയം പ്ലാന്റ്സ്, മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടികൾക്ക് വെള്ളം ഒട്ടും തന്നെ വേണ്ട കേട്ടോ. നല്ല വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തായിരിക്കും വെച്ചേക്കുന്നത്. ഈ മഴ തുടങ്ങുമ്പോൾ തന്നെ അവരെ എല്ലാം എടുത്ത് മാറ്റി ഇതുപോലെ നല്ല വെയിൽ കിട്ടണം, പക്ഷേ മഴ കൊള്ളാൻ പാടില്ല. കിഴക്ക് വശത്തുനിന്ന് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത്, ഇപ്പോൾ മഴ മാറി വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മാറ്റിയെടുത്ത് വെക്കണം. കണ്ടോ, ഇതിലെല്ലാം നല്ല പൂക്കൾ, ഇതെല്ലാം ഇപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. എല്ലാത്തിനും ധാരാളം പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീനിയം ചെടികളെ പോലെയുള്ള ചില ചെടികളൊക്കെ മാറ്റി വയ്ക്കണം. റോസിനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മഴ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കൊങ്ങണി ചെടികൾക്കൊന്നും മഴ കൊണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ ഞാനിത് സൈഡിലേക്ക് എടുത്തു വയ്ക്കാൻ കാരണം ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും മഴ കൊള്ളുമ്പോൾ. അതുകൊണ്ട് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനാണ് സൈഡിലേക്ക് എടുത്തു വെച്ചേക്കുന്നത്. അതുപോലെ അരിയിലിയ ചെടികൾക്കൊന്നും അങ്ങനെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം വേണം, എന്നാലും മഴ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ഇതുപോലെ സൈഡിലേക്ക് എടുത്തു വയ്ക്കാം. ഈ ചെടി എപ്പീഷ്യോ അങ്ങനെ എന്തോ പേരുള്ള ചെടിയാണ്. ഈ ചെടി ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് മഴ കൊള്ളാൻ പാടില്ല, അതൊക്കെ സൈഡിലേക്ക് എടുത്ത് വെക്കണം. ബട്ടർഫ്ലൈ ചെടി മഴ കൊള്ളാൻ പാടില്ല, സൈഡിലേക്ക് എടുത്ത് വെക്കണം. മണി പ്ലാന്റ് പിന്നെ അധികം വെയിലും മഴയൊന്നും വേണ്ട, അതെപ്പോഴും നമ്മൾ സൈഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം, മഴ കൊള്ളാതെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അഗ്ലോണിമ ചെടികളൊക്കെ നമ്മൾ മഴ അധികമൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല, വെയിലും വേണ്ട, അതൊക്കെ മഴ കൊള്ളാത്ത രീതിയിലും അധികം വെയിൽ കൊള്ളാത്ത രീതിയിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഏത് ചട്ടിയിലായാലും വെള്ളം വാർന്നു പോകുന്നില്ലെങ്കിൽ ചെടികളെല്ലാം ചീഞ്ഞു പോകും. അതുകൊണ്ട് ചെടികളൊക്കെ നന്നായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക. കടയൊക്കെ അതിൻ്റെ അടിവശത്ത് വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ സ്റ്റാൻഡിലൊക്കെ വെക്കുന്ന ചെടികളാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. തറയിൽ വെക്കുന്നതിനാണ്, തറയിലേക്ക് ഇങ്ങനെ അമർന്നിരുന്ന് വെള്ളം വാർന്നു പോകാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പോകും. അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയതിന് ശേഷം അടിയിൽ ഹോളൊന്ന് നേരെയാക്കി കൊടുക്കുക കേട്ടോ, അപ്പോൾ പൊക്കോളും. അപ്പോൾ എപ്പോഴും നമ്മൾ ചട്ടികളിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ അടിവശത്ത് കുറച്ച് കരിയില ഇട്ടിട്ട് നിറയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികൾ നടുമ്പോൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ഹോളുള്ള ചട്ടികൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ധാരാളം ഹോളുള്ള ചട്ടികളാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഹോൾ ഉണ്ടാവും, ചിലതിന് ഹോൾ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മറന്നു പോവാതെ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടുന്നത് മഴക്കാലത്ത് പ്രത്യേകിച്ചും ചെടികൾ ചീത്തയായി പോകും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, മഴക്കാലത്ത് ലിക്വിഡ് വളങ്ങൾ പുറത്തിരിക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മൾ സൈഡിലൊക്കെ വെച്ച ചെടികൾക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ ഏത്തപ്പഴം വെള്ളത്തിലിട്ട് വെച്ചതാണ്, പക്ഷേ പെട്ടെന്നാണല്ലോ മഴ വന്നത്, അതുകൊണ്ട് ഇപ്പോൾ പുറത്തിരിക്കുന്ന ചെടികൾക്ക് ഞാനങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്നെ കൊതുക് കടിക്കുന്നു മക്കളെ, ഒരു രക്ഷയില്ല, ഭയങ്കര കൊതുക്. മഴ വന്നതോടുകൂടി ചുറ്റുള്ള പറമ്പിലൊക്കെ വെള്ളം വരുമ്പോൾ നിറച്ച് കൊതുകാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇതുപോലെയുള്ള ലിക്വിഡ് വളങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഫംഗസ് ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് വരും. വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടന്ന് ഇതിങ്ങനെ പെട്ടെന്ന് ഫംഗസൊക്കെ വരും ചെടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ അപ്പോൾ അതുമല്ല നമുക്ക് വളം സ്വീകരിക്കാൻ പറ്റില്ല. വെള്ളം മഴയത്ത് ഒഴുകി പോകുമ്പോൾ പെട്ടെന്ന് വളം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഒഴിക്കുന്നതിനൊരു ഗുണം ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണെന്ന് അറിയാം, ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടി എടുത്തു വെച്ചതാണ്. അരേലിയൊക്കെ ഞാൻ വേറൊരു ദിവസം ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇതെല്ലാം പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചേക്കാണ്. മഴയല്ല, ഇനിയിപ്പോൾ വേഗം ചെടികളൊക്കെ പിടിക്കും. പിന്നെ ചെടിയുടെ ചുവട്ടിൽ നമ്മൾ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം. കാരണം അതിലൊരു പൂപ്പൽ വരും. ആ പൂപ്പൽ ചിലപ്പോൾ മുളക് ചെടിയിലേക്കൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഫംഗസ് പടരും. അങ്ങനെ എൻ്റെ 1-2 ചെടി പോയി കേട്ടോ, ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അപ്പോൾ കരിയിലൊക്കെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ വേനൽക്കാലത്ത് ഇട്ട് കൊടുക്കുമല്ലോ തണുപ്പ് കിട്ടാൻ വേണ്ടി, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അതിലൊരു ഫംഗസ് വരും. അതായത് പൂപ്പൽ, അത് നമ്മുടെ മുളക് ചെടിയിലേക്കൊക്കെ പടർന്നിട്ട് മുളക് ചെടി നഷ്ടപ്പെട്ടു പോകാനായിട്ട്, പെട്ടെന്ന് വാടി പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ റെഡിയാക്കുക. പിന്നെ സാഫ് പോലെയുള്ള ഫംഗിസൈഡൊക്കെ ചെടികൾക്ക് കൊടുക്കുക കേട്ടോ. ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കൊടുക്കുക. പിന്നെ ചില ചെടികളൊക്കെ മഴ വരുമ്പോൾ വീണ് പോകും. അവർക്കൊക്കെ ഓരോ താങ്ങുകളൊക്കെ കൊടുക്കുക. എന്തെങ്കിലും നമ്മൾ മരത്തിൻ്റെ കമ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും, പിന്നെ നമ്മുടെ മതിലിൻ്റെ സൈഡിലേക്ക് ആണ് വെച്ചേക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയിലേക്ക് ഒരു കയറ് കെട്ടിയിട്ട് ഒരു കല്ല് കെട്ടി അപ്പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ അങ്ങനെ ചാരി നിന്നോളും. എൻ്റെ ഈ കറിവേപ്പിനെ ഞാൻ അങ്ങനെയായിട്ട് നിർത്തിയേക്കണേ. അത് വല്ലാണ്ട് പൊക്കം വെച്ച് പോയി. ഇനി അതിനൊന്ന് വെട്ടി ശരിയാക്കണം. അതിന് ഞാൻ ഇതുപോലൊരു കയറ് കെട്ടിയിട്ട് മതിലിൻ്റെ അപ്പുറത്തേക്ക് വലിയൊരു കല്ലുമ്മ കെട്ടിയിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വീഴാതെ അവിടെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ വീടിനോട് ചേർത്ത് ചെടികൾ വെക്കുമ്പോൾ അവിടെ പാമ്പുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാമ്പുകളെ പേടിച്ച് നമ്മൾ ചെടികൾ ഉപേക്ഷിക്കണോ എന്നുള്ളത്. ചെടി വെച്ചാലും വെച്ചില്ലെങ്കിലും പാമ്പുകൾ വരും കേട്ടോ. അത് നമ്മുടെ വെറും തോന്നലാണ്. ചെടി വെച്ചാലും വെച്ചില്ലെങ്കിലും പാമ്പുകളൊക്കെ. ചെടികൾ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനിടയിൽ ഇവർ ഒളിച്ചിരിക്കുമ്പോൾ, ഇതുപോലെ കട്ട പിടിച്ച് നിൽക്കുന്ന ചെടികളുടെ ഇടയിൽ ഇവർ ഒളിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചിലപ്പോൾ ഒരു കമ്പ് മുറിക്കാനായിട്ട് കൈ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പൂ പറിച്ചെടുക്കാനായിട്ട് കൈയിടുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കടി കിട്ടും. കാരണം അവർക്കറിയില്ലല്ലോ ഇത് ചെടിയാണ്, ഇവിടെ ഇരിക്കാൻ പാടില്ല എന്നൊന്നും അവർക്കറിഞ്ഞൂടാ. ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാമ്പുകളുടെ മുട്ടകൾ വിരിയുന്നു. പിന്നെ എന്താണ്, അണലിപ്പാമ്പുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവണയൊക്കെ സമയമാണ്. അതുകൊണ്ട് ചെറിയ പാമ്പിനും കുട്ടികളൊക്കെ വന്ന് നമ്മുടെ ചെടികളുടെ ഇടയിൽ ഇരിക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം ശ്രദ്ധിക്കുക. വീട്ടിൽ കൊച്ചു മക്കളൊക്കെ ഉള്ള വീട്ടിലെ ആൾക്കാരാണെങ്കിൽ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അവർക്കറിയില്ല, അവർ ചിലപ്പോൾ ഒരു പൂവൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ട് ചെല്ലും, അല്ലെങ്കിൽ ഒരു ഇല പറിച്ചെടുക്കാൻ ചെല്ലും. പറയാതെ അവർക്ക് പാമ്പിൻ്റെ കടി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് ഇതുപോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു പാമ്പ് പോലും എൻ്റെ ചെടിയുടെ അവിടെ വന്നിരിക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇനി വരണുണ്ടോ, ഞാൻ കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കിതുവരെ കുഴപ്പമുണ്ടായിട്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ കൊടുത്തന്നെ എല്ലാ കാര്യം ചെയ്യാറ് കേട്ടോ. ഇങ്ങനെയുള്ള ചെടികളൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കമ്പൊക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ ധാരാളം പൂച്ചകളുള്ളത് കൊണ്ട്, ഇവളുമാരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു പാമ്പുകൾ അങ്ങനെ കയറി വരില്ല. എന്തെങ്കിലും ഒരു അനക്കം കാണുമ്പോൾ തന്നെ അവരെന്നെ കാണിച്ചു തരും. ചേരയൊക്കെ വരാറുണ്ട്. ചേര പോകുമ്പോൾ തന്നെ ഇവരെന്നോട് പറയും, ഇവിടെ ഒരു പാമ്പ് വന്നിട്ടുണ്ട്, നോക്കിക്കോ, ഓടിച്ചോ എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ടും കൂടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പാമ്പ് അങ്ങനെ വരാത്തത്. ചിലപ്പോൾ വരുന്നുണ്ടാവും രാത്രിയൊക്കെ. എന്നാലും അത് ശ്രദ്ധിക്കുക എല്ലാവരും. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അപകടമുള്ള കാര്യം അതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മഴ വരുമ്പോൾ മഴ കൊള്ളാൻ പാടില്ലാത്ത ചെടികൾ മാറ്റി വയ്ക്കുക. മഴ കൊള്ളുന്ന ചെടികൾ, വേണ്ട ചെടികൾ മഴയത്തേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. മഴയായതുകൊണ്ട് ചെടികളുടെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ വരും. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.